Good afternoon. Good afternoon, Miss. Miss, good afternoon, ma'am. Good afternoon. Good afternoon, teacher. How are you? Hi, Geeta. Teacher ആയിട്ട് യെസ് ടീച്ചർ, ഞാൻ ഇന്നലെ ഓടി വന്ന് പറയാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ടീച്ചറോട് എന്താണ് ടീച്ചർ? ഷാൻസ് പറഞ്ഞായിരുന്നു, വിളിച്ച് പറഞ്ഞു. ഞാൻ മിസ്സിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആതിര ടീച്ചറോടും അശ്വതി ടീച്ചറോടും ഒക്കെ പറയണം, പ്രത്യേകം ഞാൻ പറഞ്ഞു എന്ന് പറയണമെന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ നേരിട്ട് ഒന്നുകൂടി പറയാം. ഞാൻ ഇന്നലെ ആക്ച്വലി ഇന്റേൺഷിപ്പിന് പോയതായിരുന്നു, ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനു വേണ്ടി പോയതായിരുന്നു. അപ്പൊ അവിടുന്ന് എന്നോട് പറഞ്ഞു 1 ഇയറിലേക്ക് ടീച്ചറായിട്ട് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ അത് എന്താ ഓക്കെ പറഞ്ഞു. ഇവിടെ അടുത്താണ്, ഒരു സെൻട്രൽ LP സ്കൂളാണ്. അപ്പോ ടീച്ചറുടെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. അതുപോലെ ഒരു സെക്കൻഡ് ടീച്ചർ, ഞാൻ എന്റെ ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സോടും പറയട്ടെ. പിന്നെ എനിക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, നല്ല ടീച്ചറായിട്ട് 1 ഇയർ നന്നായിട്ട് വർക്ക് ചെയ്യുക, അവിടെ തന്നെ തുടരാൻ പറ്റട്ടെ അല്ലെ? ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ, പേര് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഇല്ല, കേൾക്കുന്നില്ല. ഞാനും ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പ്രയർ പാടിയിട്ടുണ്ടോ? പാടിക്കോ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്ന് ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനെ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാൻ. എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോര
സ്വീകരിച്ചു. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ. Okay, thought of the day. Today's thought: education is not only a ladder of opportunity, but it is also an investment in our future. Quote by Ed Markey. Okay, very good. Yes, very good. Good afternoon to all. Yes, അപ്പോൾ ഗീത എന്ത് മുതലാണ് ജോയിൻ ചെയ്യുന്നത്? മൺഡേ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത് ടീച്ചർ, 9th. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ക്ലാസ് ടൈം 1:30 to 2 o'clock ആണ്. എനിക്ക് ആ സമയം ക്ലാസ് കേൾക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ 12:30 to 1:30 വരെ ബ്രേക്ക് ആണ്, ലഞ്ച് ബ്രേക്ക് ആണ്. പിന്നെ ഒരു ഹാഫ് ആൻ അവറിന്റെ അങ്ങനെ ഒരു പ്രശ്നമേ കുഴപ്പമില്ല, മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അറിയില്ല, വൈഫൈ ആണെങ്കിലേ കേൾക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ റേഞ്ചിന്റെ പ്രശ്നം വരും, ഫുള്ള് കട്ടായിട്ട്. യെസ്, അതെ. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കാര്യമല്ലേ. ഓക്കെ ടീച്ചർ, താങ്ക് യു. സ്കൂളൊക്കെ എങ്ങനെയുണ്ട്, കണ്ടിരുന്നോ? ആ സ്കൂള് കണ്ടിരുന്നു, കുഴപ്പമില്ല. CBSE ഉണ്ട്, അതുപോലെ തന്നെ കേരള സിലബസും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ആണ്. KG to 4th സ്റ്റാൻഡേർഡ് വരെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, സന്തോഷം അറിഞ്ഞത് കേട്ടോ. ടീച്ചർ ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചിരുന്നു, നമ്പർ ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടോ? യെസ് ടീച്ചർ, ഞാൻ പറഞ്ഞിരുന്നു എന്റെ കയ്യിൽ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് പറയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു റൂൾ ഇല്ലല്ലോ, ടീച്ചറുടെ നമ്പർ എല്ലാവർക്കും കൊടുക്കേണ്ട റൂൾ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമില് ഇന്നലെ സീറ്റ് അറേഞ്ച്മെന്റ്സ് വരെ എടുത്തു, നിങ്ങളോട് ബാക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വെള്ളിയാഴ്ച എന്റെ ടീച്ചർ പറഞ്ഞിരുന്നു, ക്ഷമിസ് ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ കയറിയതാണ്. ഇനി പാട് ടീച്ചർ ആരെങ്കിലും നോക്കിയിട്ടുണ്ടായ, ഇല്ലെങ്കിൽ ടീച്ചർ എടുത്തോളാം, കുഴപ്പമില്ല. എന്ത് വേണം? ഞാൻ എടുക്കാം. സീറ്റ് അറേഞ്ച്മെന്റ്സ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ്. സീറ്റ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയായിരുന്നു പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടോ? പല ക്ലാസ്സിലും സിറ്റിംഗ് അറേഞ്ച്മെന്റ് വരിക. ചെറിയ ക്ലാസ്സിലാണ് യൂസ് ചെയ്യണം അല്ലേ? അത് സിറ്റിംഗ് പർപ്പസിനും ക്വാർട്ടർ ബെഞ്ചസ് നമ്മൾ റൈറ്റിംഗ് പർപ്പസിനും ഉപയോഗിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാർട്ടർ ബെഞ്ചുകൾ ഇരിക്കുന്നതിനും ഹാഫ് ബെഞ്ചുകൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റില് ഹാഫ് ബെഞ്ചസ് യൂസ് ഫോർ സിറ്റിംഗ് ആൻഡ് ഫുൾ ബെഞ്ച് ഫോർ റൈറ്റിംഗ്. Then higher classes എങ്ങനെയാണ്? ഫുൾ ബെഞ്ചസ് ആൻഡ് ഡെസ്ക് ഓർ ലോങ് ടേബിൾസ് ആർ യൂസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓരോ ക്ലാസ്സുകളിലെയും സ്ക്വയർ ഫീറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 100 സ്ക്വയർ ഫീറ്റ്. അതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണം? 100 എങ്ങനെയാണ്? 40 square feet, movement 40 square feet, 20 square feet, rack space. Any sitting arrangement. It is one of the obvious matter to the teacher, since every parent wants their children to sit in the front. Some of the students are having eye defect, hearing defects which are not easily identifiable. We can make sitting arrangement by the following methods. Okay, ഒരൊറ്റ മിനിറ്റ്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കി. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കംപ്ലീറ്റ് ഒന്ന് വായിക്കട്ടോ.
ഓക്കെ. യെസ്. അപ്പൊ സിറ്റിംഗ് അറേഞ്ച്മെന്റ് പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ പാരന്റ്സും തന്റെ കുട്ടികൾ എവിടെ ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം എന്നാണ് എല്ലാ പാരന്റ്സിന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ടീച്ചർ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം. സം ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഹാവിംഗ് ഐ ഡിഫക്ട്, ഹിയറിംഗ് ഡിഫക്ട്സ് വിച്ച് ആർ നോട്ട് ഈസിലി ഐഡന്റിഫൈഡ്. ചില കുട്ടികൾക്ക് ഫസ്റ്റ് ടൈമിലാണ് നമ്മൾ ഇതൊക്കെ അറിയാൻ പോകുന്നത് അല്ലെ. അറിയാൻ നമ്മൾ മനസ്സിലാക്കുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് എന്താണ് കാഴ്ചക്കുറവുണ്ടാവാം, കേൾവി ശക്തി കുറവുണ്ടാവാം, ഇതൊക്കെ ചെറിയ ചെറിയ ഡിഫക്ട്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, വി ക്യാൻ മേക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്സ്. അപ്പൊ നമ്മൾ സിറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ചില കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സുകൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ ആദ്യം ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ 2-3 ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വരില്ല. ഓക്കെ, അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ഒബ്സർവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡിഫക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് എന്താണ് കുട്ടികളെ ഫ്രണ്ട് നിരയിലേക്ക് അല്ലെങ്കിൽ മുൻനിരയിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ എത്തുന്നതിന് പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിന് പോലും മെത്തേഡ്സുകൾ ക്ലാസ് റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഹൈറ്റ് ഓർഡർ, alphabetical order, attendance order and ranking methods. ഇതൊക്കെയാണ് ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ ആൻഡ് റാങ്കിങ് മെത്തേഡ്സ്. എന്താണ് ഹൈറ്റ് ഓർഡർ എന്ന് പറയുന്നത്? സിറ്റിംഗ് അറേഞ്ച്മെന്റ് should have to be changed once in every week starting from the four corners. It can be arranged into 2 ways, rows or columns of 4 into 2 is equal to 8 ways. ഹൈറ്റിന്റെ അടിസ്ഥാനത്തില്, ഹൈറ്റ് എന്താണ്? ഉയരം അല്ലെ. ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളെ അറേഞ്ച് ചെയ്യാറുണ്ട്. യെസ്. അപ്പോ എങ്ങനെയാണ് നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് ഫ്രം ദ 4 corners, 4 കോർണറിൽ നിന്നായിരുന്നു കുട്ടികളെ നമ്മൾ ഇരുത്താൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലും അല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഇരുത്താൻ സാധിക്കും. അപ്പൊ ഹൈറ്റ് കൂടിയവരെ എവിടെയായിരിക്കും വരുന്നത്? ഹൈറ്റ് കൂടിയവര് ബാക്കിൽ മാത്രമാണോ വരുന്നത്? സൈഡിൽ വരും അല്ലെ. ഏറ്റവും എഡ്ജസിൽ ഹൈറ്റുള്ള കുട്ടികൾ വരാറുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലും വരും. തീരെ ഹൈറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങള് എന്താണ് ഫ്രണ്ട് സൈഡിലേക്ക് വരും. PDF കാണാൻ പറ്റുന്നില്ലേ? യെസ് ടീച്ചർ. ടീച്ചർ മ്യൂട്ട് ചെയ്തതാണോ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? സൗണ്ട്. യെസ് ടീച്ചർ, ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയത്ത്. ഓക്കെ, അപ്പൊ ഹൈറ്റ് ഓർഡർ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ട് 2 വേസിൽ, ഒന്ന് റോസ് ആൻഡ് കോളംസിൽ ഇരുത്താം. അതേപോലെ തന്നെ 8 വേസിൽ, അത് 8 രീതികളിലായിട്ട് കുട്ടികളെ നമുക്ക് ഇരുത്താം എന്നാണ് സിറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് പല കോർണേഴ്സിൽ, പല ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുട്ടികളെ സിറ്റിംഗ് അറേഞ്ചസ് ചെയ്യാൻ സാധിക്കും. കോർണറിൽ മാത്രമായിട്ട് ഇരുത്താം, അല്ലെങ്കിൽ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. അത് നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ഇഷ്ടം പോലെ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും കാണാറുള്ളത്? സിറ്റിംഗ് അറേഞ്ച് എങ്ങനെയാണ് കാണുന്നത്?
ഏറ്റവും പുറകിലായിരിക്കും അല്ലെ, ഹൈറ്റ് ഉള്ള കുട്ടികൾ ഏറ്റവും പുറകിലായിരിക്കും. ദെൻ ഹൈറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങള് ഫ്രണ്ടിലായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു സംവിധാനം ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറാറുണ്ട്. മൺഡേ ഫസ്റ്റ് ബെഞ്ചിലാണെങ്കിൽ ട്യൂസ്ഡേ സെക്കൻഡ് ബെഞ്ചിലേക്ക് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറുന്നത് മറ്റുള്ള ആളുകളാണ്. അങ്ങനെ മാറിയിട്ടുണ്ട്. യെസ്, അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ക്ലാസ് റൂം എങ്ങനെ വേണമെങ്കിൽ ഈസി ആയിട്ട് അവൈലബിൾ ആക്കാവുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് അത് വിസിബിൾ ആവുന്ന തരത്തിലും ഹൈറ്റ് ഉള്ള കുട്ടികൾ ഒരിക്കലും ഫ്രണ്ടിൽ വരാത്ത രീതിയിൽ, അതായത് ഒന്നിൽ അറ്റത്തായിരിക്കണം. ഏറ്റവും സൈഡുകളാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഹൈറ്റ് ഉള്ള കുട്ടികൾ സൈഡിൽ വരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ സിറ്റ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ആൽഫബറ്റിക്കൽ ഓർഡർ. Alphabetical order എന്താ, arranging the students in alphabetical order. We can make them to sit from the four corners in two ways, rows or columns. ഇനി alphabetical order എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ പേരിന്റെ ആൽഫബറ്റ് അനുസരിച്ചിട്ട് A to Z വരെ ആയിട്ട് ഓർഡർ ചെയ്യും. A to Z വരെയുള്ള ആൽഫബറ്റ്സ് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിനെ ഇരുത്താൻ പറ്റും. ഓക്കെ, യെസ്. അതും ഇതേപോലെ തന്നെ ഫോർ കോർണേഴ്സ് നമ്മൾ ടു വേസ് ആയിട്ട് നമുക്ക് റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൽഫബറ്റ്സ് ഉപയോഗിച്ചും ചെയ്യാം. പിന്നെ എന്താണ്, അറ്റൻഡൻസ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്ങനെയായിരിക്കും അറ്റൻഡൻസ് ഓർഡറില്? If the attendance is not in the alphabetical order, attendance order can also be used for sitting arrangements. ചിലതിൽ പക്ഷെ അറ്റൻഡൻസ് ഓർഡർ ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ വരില്ലല്ലോ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ അറ്റൻഡൻസ് വരാ. ഇതുവരെ എങ്ങനെയാണ്? അപ്പൊ ആ ഒരു രീതി അറ്റൻഡൻസ് വിളിക്കുന്നത് ഇപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കുട്ടികളെ അറേഞ്ച് ചെയ്യും. ഇപ്പൊ ഏത് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകൾ ഇപ്പൊ 5 കുട്ടികളുടെ 5 കുട്ടികൾ ചിലപ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ വരാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഹൈറ്റ് ഉള്ളൊരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഹൈറ്റ് ഉള്ള കുട്ടികൾ അങ്ങനെ വന്നാലും പുറകിലേക്ക് പോകാൻ സാധ്യത. അപ്പോഴും അത് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ വരുന്ന ഒരു മെത്തേഡാണ് എന്ത്, റാങ്കിങ് മെത്തേഡ്. അതും കംഫർട്ടബിൾ ആണോ റാങ്കിങ് മെത്തേഡ്? It is not successful. In some school, grade giving methods are apt. Another form of rank giving methods that is also having no use. റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ നമുക്ക് അങ്ങനെ സീറ്റിംഗ് പൊസിഷൻ ചെയ്യുന്നത് നല്ലതാണോ? സക്സസ്ഫുൾ അല്ല അത്. കാരണം കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ മാർക്ക് കൂടുതലുള്ള കുട്ടികള് അല്ലെങ്കിൽ ഗ്രേഡ് പോയിന്റ് കൂടുതലുള്ള കുട്ടികളെ ഫ്രണ്ടിൽ വരുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളെ പുറകിൽ വരാറുള്ളത് മെന്റലി വീക്ക് ആവുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് സക്സസ്ഫുൾ അല്ലായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടി സിറ്റിംഗ് അറേഞ്ചസിൽ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഏതൊക്കെ ഓർഡേഴ്സിലാണ് സിറ്റിംഗ് അറേഞ്ചസ് ചെയ്യുന്നത്? ഒന്ന് ഹൈറ്റ് ഓർഡറിന്റെ ബേസിസിൽ, ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്സ്. ഓക്കെ, മനസ്സിലായത്? ടീച്ചർ, നമ്മളൊക്കെ പഠിക്കുമ്പോ പക്ഷേ ഇപ്പൊ നമ്മള് ഞാനൊക്കെ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചില് തെറ്റത്ത് ഞാനായിരിക്കും. ഞാനിങ്ങനെ അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു എനിക്കൊന്ന് ഡിഗ്രി വരെ അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണം, അതും തറ്റത്ത് തന്നെ ഇരിക്കുകയും വേണം. ഞാൻ അഥവാ വന്നിട്ടില്ലെങ്കിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഭയങ്കര പേടിയാ, ടെൻഷനാണ് ലീവായി കഴിഞ്ഞാല്. കാരണം ആ കുട്ടി തറ്റത്ത് വരും. മിസ്, അതുപോലെ ചില സ്കൂളുകളിൽ അറ്റൻഡൻസ് ഓർഡർ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അവിടെ നിന്ന് അഡ്മിഷൻ നമ്പറിന്റെ അനുസരിച്ച് അറ്റൻഡൻസ് ഓർഡർ വരാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. അഡ്മിഷൻ നമ്പറിന്റെ അനുസരിച്ചിട്ട് പേര് രേഖപ്പെടുത്താറുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇത്ര മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതല്ലാതെ വേറെ മെത്തേഡ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചിട്ടൊക്കെ വേറെ രീതിയിൽ. ഇപ്പൊ ഇവിടെ ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞില്ലേ നമ്മള്, റാങ്കിങ് മെത്തേഡ് അനുസരിച്ച് ഇപ്പൊ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നത്. കുറെ സക്സസ്ഫുൾ അല്ലെങ്കിലും അങ്ങനെ ഗ്രേഡ് ചിലപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യും. അല്ല, ആ ഒരു ഗ്രേഡിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട് അങ്ങനെ മാറ്റിയിരുത്തുവാണെങ്കിൽ അല്ലെ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷെ അതേസമയം കുട്ടികൾക്ക് അതൊരു ബാഡ് ഫീലിംഗ് ആയിരിക്കുള്ളൂ. അപ്പൊ ഏറ്റവും ബാക്കിൽ ഇരിക്കാൻ ഗ്രേഡ് കുറവുള്ള കുട്ടികളെ ഫ്രണ്ടിൽ എടുത്തിട്ട് നല്ലതായിരിക്കും, അവരെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട്. യെസ്, അങ്ങനെ ഇരുത്താം. അപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ പോയതിനു ശേഷം ഫസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യണം.
ഹൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ. പ്രത്യേകിച്ച് നിങ്ങൾ ക്ലാസ് ആദ്യം അറേഞ്ച് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. ഇരിക്കുന്ന പൊസിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ഹൈറ്റ് ഉള്ള കുട്ടികൾ എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില എന്താ പറയാ തീരെ വലിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, തീരെ പൊക്കം കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിരുത്താം. അങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അതൊക്കെ ചെയ്തതിനു ശേഷം ക്ലാസ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം ക്ലാസ് പഠിപ്പിക്കാനായിട്ട് ആരംഭിക്കുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ കാണാൻ, നമ്മൾക്കും അവരെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ആ ഒരു രീതിയിലായിരിക്കും ക്ലാസ് ഇരിക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് യൂണിഫോംസ്. To bring the uniform are used. Pinafores and slacks are the uniform for girls. Half pants and slacks are given for boys. Kerchiefs and ribbons are also given with the uniform. Tie and shoes are not necessary in warm countries like India. Sometimes it's bad for the students. When we are helping on the uniforms, we should think about the health condition of the children. Yes, uniforms. To bring the uniforms are used. നമ്മുടെ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം നിർബന്ധമാണ് അല്ലെ. എല്ലാവരും അത് കൃത്യമായിട്ട് ധരിച്ചിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ധരിക്കുന്നുണ്ടോ എന്ന് ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ രണ്ട് ടൈപ്സ് പറയുന്നുണ്ട്. ഗേൾസിന്റെ യൂണിഫോം ഏതൊക്കെയാണ്, ബോയ്സിന്റെ യൂണിഫോം ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. സ്കൂളുകൾ അനുസരിച്ച് വ്യത്യാസമായിരിക്കും, എങ്കിലും പൊതുവെ കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഗേൾസിനാണെങ്കിൽ നമ്മുടെ യൂണിഫോം ധരിക്കുന്നത് പിനഫോംസ് ആൻഡ് സ്ലാക്സ് ആണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിനഫോംസ് ആൻഡ് സ്ലാക്സ്? പിനഫോം പറഞ്ഞാൽ നമ്മുടെ ഈ പെറ്റിക്കോട്ട് പോലെ പള്ളി പോലത്തെ ഡ്രസ് ഉണ്ടല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ എങ്ങനെയായിരുന്നു? സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നമ്മുടെ പെറ്റിക്കോട്ട്സ് എന്നല്ല പറയുന്നത്, അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് അല്ലെ. ഓക്കെ, അത് സ്ലാക്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലാഗ് എന്ന് വെച്ചാൽ ടൈറ്റ് ബോട്ടമാണോ ലൂസ് ആയിട്ടുള്ള ബോട്ടം ആയിരിക്കോ? ലൂസ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്ലാക്സ് എന്താണ് കേട്ടോ. സ്ലാക്സ് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ലൂസ് ആയിട്ടുള്ള പാൻസ് ആണത്. സ്ലാക്സ് നമ്മുടെ ഈ ജെയിന്റെ പാന്റ് എന്നൊക്കെ പറയില്ലേ, ബെൽ ബോട്ടം പാന്റ് എന്ന് പറയുന്നത്. ബോട്ടം പാന്റ് അതാണ് സ്ലാക്സ് ഫോർ ഗേൾസ്. കാണുന്നില്ല. ലൂസ് ബോട്ടംസ് കേട്ടോ, ലൂസ് ആയിട്ടുള്ള ബോട്ടംസും പിനഫോംസും ആയിരിക്കും. പിനഫോംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിനഫോംസ് യെസ് ടീച്ചർ, അത് കണ്ടിട്ടുണ്ട്. മോൾക്കൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിൽ. ചെറിയ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും പിനഫോം, യൂണിഫോം. Yes. Yes, ഇത് കാണാമോ? അത് പിനഫോംസ് എന്ന് പറയുന്നത്. കാണുന്നില്ല മിസ്സേ. നോക്കൂ, സൂം ഔട്ട് ചെയ്യണം. മിസ്സേ സൈഡിലേക്ക് പിടിക്കുവോ? ഇപ്പോഴോ? ഇല്ല, കാണുന്നില്ല. ഒട്ടും കാണാൻ വയ്യ. നേരെ പിടിക്കണം മിസ്സേ, ഞങ്ങൾക്ക് കാണണേ. ടീച്ചറുടെ ഫേസിന് വെച്ചാൽ കാണും. ഫേസിന് സൂം ആയിട്ട് ഇരിക്കായിരിക്കും, അതൊന്ന് കൈവച്ച്. കാണുന്നുണ്ട്. ഇപ്പൊ കാണാം. പിനഫോംസ് എന്ന് പറയുന്നത്. പിനഫോംസ് ആൻഡ് സ്ലാക്സ് എന്ന് പറയുന്നത് ലൂസ് ബോട്ടംസ് ആണ്. അതായത് ടൈറ്റ് ആയിട്ടുള്ള അല്ലാത്തത്, ടൈറ്റ് അല്ല ലൂസ് ആയിട്ട്, താഴത്തെ ഭാഗം ലൂസ് ആയിരിക്കും. ബെൽ ബോക്സും പാൻസ് വരുന്നില്ല അതുപോലെ. ഓക്കെ, പെൺകുട്ടികൾക്ക് അങ്ങനത്തെ യൂണിഫോംസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഹാഫ് പാൻസ് ആൻഡ് സ്ലാക്സ് ആർ ഗിവൻ ഫോർ ബോയ്സ്. ഹാഫ് പാൻസ് അല്ലെങ്കിൽ സ്ലാക്സ് ആയിരിക്കും ബോയ്സിന് പ്രിഫർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, kerchiefs and ribbons are also given with the uniform. യൂണിഫോമിന്റെ കൂടെ നമ്മൾ kerchiefs, ribbons ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Tie and shoes are not necessary in warm countries like India. അത് ഓരോ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ യൂണിഫോമിന്റെ അഡീഷണൽ ആയിട്ടുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ വരുന്നത്. ടൈസ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ക്ലൈമറ്റിന് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. വാം കൺട്രീസ് ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ടൈസും ഷൂസും ഒഴിവാക്കുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഇവിടെ എന്തുണ്ട്,
ടൈസ് ആൻഡ് ഷൂസ് എല്ലാം. Okay. Yes. Sometimes it's bags for the students. When we are helping them on the uniform, we should think about the health condition of the children. അപ്പൊ നമ്മുടെ യൂണിഫോം ചൂസ് ചെയ്യുന്ന സമയത്ത് മറ്റെന്തിനേക്കാൾ പ്രധാനം കുട്ടികളുടെ കംഫർട്ടബിൾ ആണ് അല്ലെ. കുട്ടികളുടെ കംഫർട്ടബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ യൂണിഫോം പ്രിഫർ ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരിക്കലും നമുക്കതൊരു എന്താ പറയാ വൾഗർ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് അല്ല യൂണിഫോം അല്ലെ. എല്ലാവർക്കും ഒരേപോലെ തന്നെ ധരിക്കാവുന്ന വളരെ മാന്യമായിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും എന്താ യൂണിഫോംസ് എന്ന് പറയുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ. യെസ്, അപ്പൊ നമ്മൾ യൂണിഫോം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, ഹെൽത്ത് കണ്ടീഷൻ കൂടി ഒക്കെ ആയിരിക്കും. ഭയങ്കര ടൈറ്റഡ് ആയിട്ടുള്ള യൂണിഫോംസ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു സമയം വരെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യൂണിഫോംസ് സെലക്ട് ചെയ്യുന്നത്. നമ്മള് യൂണിഫോം അടിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയാറില്ലേ ടൈറ്റ് ആയിട്ട് അടിക്കരുത്, കൈയൊക്കെ ലൂസ് ആയിരിക്കണം, അധികം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ചെയ്യരുതെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അത് യൂണിഫോം അങ്ങനെയാണ്, നമ്മളൊരു ഫാഷന് വേണ്ടിയിട്ടല്ല യൂണിഫോംസ് ധരിക്കുന്നത്. ഓക്കെ, അതിൻ്റെതായ സ്കൂളിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതിനും കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ബോഡിയിൽ അതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോംസ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂണിഫോംസുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് പറയേണ്ട കുറച്ച്, ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ കുറച്ച് പോയിന്റ്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നാളെ ആണെങ്കിൽ വെള്ളിയാഴ്ച ആണെങ്കിൽ എടുക്കാന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞത്. യെസ്, ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാവോ ആരെങ്കിലും? The uniform of the children's. The teacher is only liable to answer if any one of the children is not wearing the uniform in her class. എന്താണ് പറയുന്നത്? യൂണിഫോം ഓഫ് ദ ചിൽഡ്രൻ, the teacher is only liable to answer if any one of the children is not wearing the uniform in her class. So, ഒരു കുട്ടി ക്ലാസ്സിൽ യൂണിഫോം ധരിച്ചിട്ടില്ലെങ്കിൽ ആരായിരിക്കും പെട്ടെന്ന് തിരിച്ചറിയുന്നത്? ടീച്ചർക്ക് അറിയാൻ പറ്റും അല്ലെ. അത് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്ത് കുട്ടികളെ കൊണ്ട് യൂണിഫോം ധരിപ്പിക്കുക എന്ന് അല്ലെ. അവരെ തന്നെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ എന്താണ് യൂണിഫോം കൃത്യമായിട്ട് അല്ല എല്ലാ ദിവസവും യൂണിഫോം ഇടേണ്ട ദിവസങ്ങളിൽ കൃത്യമായിട്ട് അവർ ധരിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളും ക്ലാസ് മുറിയിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലാത്ത പക്ഷം കുട്ടികളോട് അതിനെപ്പറ്റി ചോദിക്കുക. എന്തുകൊണ്ടാണ് യൂണിഫോം ഇടാത്തതിനെ പറ്റിയിട്ടുള്ള കാര്യം ചോദിച്ചറിഞ്ഞതിന് ശേഷം അതെന്താണെന്നുള്ളത് പരിഹരിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ നിർബന്ധമായിട്ട് യൂണിഫോം ധരിക്കണം എന്നൊരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചെക്ക് ചെയ്യും വേണം അല്ലെ. അധ്യാപകനാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ കൃത്യമായിട്ടാണോ യൂണിഫോംസ് ധരിക്കുന്നത്? നെക്സ്റ്റ് പോയിന്റ് ഒന്ന് ഒരാൾ വായിക്കാമോ? About contain kerchief and ribbons also in the uniform. യെസ്. ഇനി യൂണിഫോമിന്റെ കൂടെ നമ്മൾ ധരിക്കേണ്ട മറ്റ് കൊണ്ടുപോയാൽ കൂടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർച്ചീഫ്സ് ആൻഡ് റിബൺസ് അല്ലെ. കുട്ടികളപ്പോ യൂണിഫോമിന്റെ കൂടെ കർച്ചീഫ്സ് റിബൺസ് ഒക്കെ കൃത്യമായിട്ട് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതൊക്കെ കൺഫേം ചെയ്യണം. അതായത് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാത്തിലും ഷൂസ് വരുന്നുണ്ട്, ബെൽറ്റ് വരുന്നുണ്ട്, റിബൺസ് വരുന്നുണ്ട്, ID കാർഡ് ഉണ്ട്, പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഇപ്പൊ വരുന്നുണ്ട്. അതെല്ലാം അത് കുട്ടിയുടെ കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഫീച്ചേഴ്സ് പറയാറുണ്ട്. നാളെ നിങ്ങള് ഫുൾ യൂണിഫോമിലായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ഇതെല്ലാം ധരിക്കാനാണ് പറയുന്നത്. ഫുൾ യൂണിഫോം ഉദ്ദേശിക്കുന്നത് എല്ലാം ഇട്ടിട്ട് വേണം വരാനായിട്ട്. യെസ്. ഇപ്പൊ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ നടക്കുമ്പോൾ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയുള്ള ഡേ ഒക്കെ നടക്കുന്ന സമയത്ത് പറയും എല്ലാവരും ഫുൾ യൂണിഫോമിലായിരിക്കണം നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്താണ് എല്ലാം പെയർ ചെയ്തിട്ടായിരിക്കണം പറയേണ്ടത്. യെസ്. പിന്നെ about taking care of the belongings of the children like tiffin box, chappals, bag, water can, pencil box, slate, etc. പിന്നെ എന്തൊക്കെയാണ് ടീച്ചർ കുട്ടികളോട് പ്രത്യേകമായിട്ട് പറയേണ്ടത്? കുട്ടികളുടെ ടിഫിൻ ബോക്സുകള്, ചപ്പല്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ്, സ്ലേറ്റ് തുടങ്ങിയവ എങ്ങനെയാണ് അത് എല്ലാം സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കുട്ടികളുടെ സാധനങ്ങൾ എങ്ങനെ അവർ പരിപാലിക്കണം, എങ്ങനെ ഇതിനെ കുറിച്ചിട്ട് കുട്ടികളോട് ടീച്ചർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മളത് പറയണം. ടിഫിൻ ബോക്സ് എവിടെയാണ് ഇരിക്കുന്നത്, അതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് ഒരു പ്ലേസ് ഉണ്ടാവും അല്ലെ. ബാഗിലാണെങ്കിൽ കൂടി എന്താണ്
കൃത്യമായിട്ടത് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പൊ കുട്ടികൾക്ക് അവരുടെ സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറ്റുന്ന ധാരണ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ സാധനങ്ങള് നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിലേക്ക് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, then fourth one, about the badges, tie, belt and the new method of pinning the identity card. ഇനി മറ്റെന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട്? ബാഡ്ജസ് ഉണ്ടാവും ചില സ്കൂളുകൾ അല്ലെ, എംബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. പിന്നെ ടൈ ഉണ്ടാവും, ബെൽറ്റ് ആൻഡ് പിന്നെ ഒരു ന്യൂ മെത്തേഡ് ആണ് പിന്നിങ് ദ ഐഡന്റിറ്റി കാർഡ്. ചിലതിൽ ID കാർഡ് ഇങ്ങനെ വെയർ ചെയ്യണ്ട, ചിലതിൽ എന്താണ് ഇങ്ങനെ പിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ പിൻ ചെയ്ത് കണ്ടിട്ടില്ല നിങ്ങള് ID കാർഡ്? ബോയ്സിന്റെ ഒക്കെ ഇവിടെ ഷർട്ടിന്റെ പോക്കറ്റിന്റെ അവിടെ പിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രൗസറിന്റെ അവിടെ ആയിരിക്കും പിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കാണാറുണ്ട് പല സ്കൂളിനനുസരിച്ചിട്ട്, സ്കൂളിന്റെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാം. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് കുട്ടികള് ധരിച്ചിട്ടുണ്ടായിരിക്കണം. അതൊക്കെ അതിനെപ്പറ്റി അതൊക്കെ എവിടെയൊക്കെയാണ് വെക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അവർ അറിയാൻ ശ്രദ്ധ കൊടുക്കുക. പിന്നെ അബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസ്, പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഷൂസിനെ പറ്റി പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണത്. ചില ക്ലാസ്സുകളിൽ നമ്മള് ഷൂസ് ഊരി കയറേണ്ട ക്ലാസ് റൂം, ഇപ്പൊ യോഗ ക്ലാസ് റൂമിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് കുട്ടികളെ ഷൂസ് ഊരേണ്ടത് പിന്നീട് അത് ഇടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് അതിന്റെ ഷൂ ലൈസ് കെട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഷൂസിന്റെ ബാക്കിന് ഇങ്ങനെ വലിക്കില്ലേ നമ്മള്, ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു ഊരുന്ന കണ്ടിട്ടില്ലേ കുട്ടികൾ കണ്ടിട്ടില്ല? ബാക്ക് സൈഡിൽ നമ്മൾ ചെരുപ്പ് വരൂല ഇങ്ങനെ കൈ വെച്ചിട്ട്, പക്ഷെ കുട്ടികൾക്ക് അത് ഊരാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ ലേസസിന് പകരം, ലേസുള്ള ഷൂസിന് പകരം കുറച്ചുകൂടി കംഫർട്ടബിൾ സ്റ്റിക്കർ ആയിട്ടുള്ള ഷൂസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈസിലി അത് ഊരാൻ പറ്റും അല്ലെ. ഷൂസിൽ തന്നെ സ്റ്റിക്കർ വരുന്നത് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുന്നത് വഴി എന്താണ് അവർക്ക് പെട്ടെന്ന് അത് ഊരാനും നല്ല രീതിയിൽ പെട്ടെന്ന് ഊരുകയും ചെയ്യാം, പെട്ടെന്ന് ഇടണമെങ്കിൽ കുട്ടികൾക്ക് ഇടുകയും ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണ് ഊരേണ്ടതെന്നും ഇടേണ്ടതെന്നും വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഷൂസ് ഊരിയതിനു ശേഷം കറക്റ്റ് ആയിട്ട് അത് എവിടെ വെക്കണം അല്ലെ. ഷൂസിനെ വലിച്ചു വാരി ഒന്നും ഇടാൻ പാടില്ല. ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഓർഡർ ആയിട്ട് തന്നെ ഇടാനും പറയും. യെസ്, ഓക്കെ. പിന്നെ അബൌട്ട് ദ ലേറ്റ് കമേഴ്സ്, there are two types of late comers. ഇനി നമ്മുടെ ക്ലാസ് റൂമിൽ വൈകി വരുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ. അത് രണ്ട് ടൈപ്പിലാണ് വൈകി വരുന്ന കുട്ടികൾ വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് റെഗുലർ ലേറ്റ് കമേഴ്സ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ എന്താണ് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ് ഉണ്ടായിരിക്കും. റെഗുലർ ആയിട്ട് വൈകി വരുന്ന കുട്ടികൾ ഉണ്ടാകും, ഒക്കേഷണലി വൈകി വരുന്ന കുട്ടികൾ. രണ്ട് ടൈപ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സ്ഥിരം വൈകി വരുന്ന കുട്ടികൾ എപ്പോഴും ഓർക്കും നമ്മള് അല്ലെ. അപ്പൊ തന്നെ ചോദിക്കും ഇന്നും വൈകിയാണോ എന്ന് ചോദിക്കും. സ്ഥിരം പല്ലവിയായിരിക്കും അല്ലെ. ഓക്കെ, അങ്ങനെ റെഗുലർ ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ ലേറ്റ് ആവുന്ന കുട്ടികളുണ്ട്, ഒക്കേഷണലി വൈകുന്നവരുണ്ട്, ഇടയ്ക്കിടയിൽ സ്ഥിരമായിട്ട് വൈകുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇപ്പൊ ലേറ്റ് കമേഴ്സ് കുറവല്ലേ ടീച്ചർ? ഇപ്പൊ എല്ലാ സ്കൂളിലും സ്കൂൾ ബസ് ഉള്ളതുകൊണ്ട് സ്കൂൾ ബസ് ഉണ്ടല്ലോ എല്ലാ സ്കൂളിലും, അതുകൊണ്ട് പിന്നെ ലേറ്റ് കമേഴ്സ് ഒന്നുമില്ല. അതൊക്കെ ഒരു പഴയ കാലഘട്ടത്തിലായിരുന്നു. ലേറ്റ് കമേഴ്സ് ഒന്നും ഇല്ല. യെസ്, ഒക്കേഷണലി ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ലേറ്റ് ആയിട്ടൊന്നും കുട്ടികളെ എടുത്തില്ല. കറക്റ്റ് വണ്ടി എത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാസ്സിൽ കയറുമല്ലോ. ഇനി about tearing up of books and notebooks. About tearing up of books and notebooks എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ പുസ്തകങ്ങളെ കീറുന്നതിനെ കുറിച്ച് അല്ലെ. അതായത് ബുക്സുകള് നോട്ട്ബുക്സുകളൊക്കെ ചില കുഞ്ഞുങ്ങളത് കീറാറുണ്ട്. കീറരുത്, ക്ലിയർ ചെയ്യാൻ പാടില്ല, അതിനെ കുറിച്ച് നമ്മൾ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കണം. ചില കുഞ്ഞുങ്ങൾക്ക് അറിയില്ല പുസ്തകം കീറാനുള്ള ഇതിന്റെ പ്രിഫിക്സ് എന്താണ്, അല്ലെങ്കിൽ പുസ്തകം കീറാൻ പാടുണ്ടോ. ചില ചെറിയ കുട്ടികള് അവർക്ക് അറിയില്ല അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? പുസ്തകങ്ങൾ പുസ്തകത്തിൽ ഒരു കേടുപാടുകളും വരാൻ പാടില്ല. അതായത് അവിടെ ഇവിടെ കുത്തി വരച്ചെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അത് വളരെ നീറ്റായിട്ട് കെയർ ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഓക്കെ, കീറിക്കളയരുത് എന്ന പ്രത്യേക നിർദ്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പിന്നെ about missing and losing paper, pencil and slate pencils. Many of the parents are angry when children often ask their parents to buy the pencil. Sometimes they put the responsibilities on the class
and the teachers and blame them. ഇനി കുട്ടികളുടെ സ്ഥിരം പല്ലവിയാണ് എന്ത് പല സാധനങ്ങളും കാണാതാവുക അല്ലെ. എന്റെ പെൻസിൽ കാണുന്നില്ല ടീച്ചറെ, എന്റെ സ്ലേറ്റ് കാണുന്നില്ല ടീച്ചറെ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് പാരന്റ്സ് വിളിക്കും, എന്റെ കുട്ടിയുടെ ബോക്സ് കാണുന്നില്ല, പെൻസിൽ കാണുന്നില്ല, ഞാൻ കൊടുത്തു വിട്ടതാണ് കാണാനില്ല എന്ന് പറയും അല്ലെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള നഷ്ടപ്പെടലുകൾ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് മിക്കവാറും ടീച്ചേഴ്സിന്റെ ഒരു തലയിലേക്കാണ് അത് വരാറ്. ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും തന്നെ കുട്ടികളാണ് അല്ലെ, കുട്ടികളെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ള മിസ്റ്റേക്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, അവരുടെ സാധനങ്ങൾ കൃത്യമായിട്ട് അവരുടെ ബിലോങ്നെസ് പരിപാലിക്കുന്നതിനെ കുറിച്ചിട്ട്, അതൊക്കെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ന പെൻസിൽ എവിടെയാണ് വെക്കേണ്ടത്, ബാഗിൽ എവിടെയാണ് കൃത്യമായിട്ട് വെക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു ധാരണ കൊടുക്കുക, പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ അത് പ്രാക്ടീസ് കൊടുക്കുക. പെൻസിൽ എടുക്കുന്നതിനും ബോക്സ് എടുക്കുന്നതിനും, ബോക്സിൽ നിന്ന് പെൻസിൽ എടുത്ത് ബോക്സ് അടച്ച് ബാഗിലേക്ക് വെക്കുന്നത് വരെ, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, അതുവരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് ദിവസം പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ അവർക്ക് ശീലമായിക്കോളും. ഓക്കെ, അപ്പൊ അവർക്ക് അവരുടെ സാധനങ്ങൾ എങ്ങനെ എടുക്കണം എന്നൊരു അടുക്കും ചിട്ടയൊക്കെ രൂപപ്പെടും. ചില കുട്ടികൾ ഇങ്ങനെ പേപ്പറുകളോ പെൻസിൽസ് ഒക്കെ ക്ലാസ്സിൽ വെച്ച് മറന്നുപോയാലും മറ്റു കുട്ടികൾ എടുത്തിട്ട് പോകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോ ടീച്ചേഴ്സിന്റെ തലയിലാണത് വരാറ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സാധനങ്ങൾ പരിപാലിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, യെസ്. Then about getting the leave letter from the children. The last point എന്താ പറയുന്നത്, about getting the leave letter from the children. ലീവ് ആയി കഴിഞ്ഞാൽ എന്താ നമ്മൾ കൊടുക്കുന്നത്, ലീവ് ലെറ്റർ. ലീവ് ലെറ്റേഴ്സ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും ഇല്ലാതെ അല്ലെ, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ കോൾ, മിക്കവാറും മെസ്സേജ് വോയിസ് മെസ്സേജ് അയക്കും, ഇന്ന് ലീവാണ് വിടില്ലട്ട ടീച്ചർ എന്ന് പറയും അല്ലെ. ഓക്കെ, പക്ഷെ കുട്ടികളുടെ കയ്യിൽ നമ്മളൊരു ലീവ് ലെറ്റർ എഴുതി കൊടുക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു പ്രൊസീജിയർ ആണ്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ലീവ് ലെറ്റർ ഇല്ലാതെ ടീച്ചർ ക്ലാസ്സിൽ കയറ്റില്ലായിരുന്നു. വരാത്തതിന് കാരണം പാരന്റ്സിന്റെ സൈൻ ഇതൊക്കെ ഇല്ലാതെ ഒന്നും കേട്ടില്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല, അതൊക്കെ മാറി. അത് പക്ഷെ ഒരു സ്ട്രക്ചർ ആണ് അല്ലെ. കുട്ടി ലീവ് ആയി കഴിഞ്ഞാല് ക്ലാസ് ടീച്ചറിനെ ലീവിന്റെ കാരണം ബോധിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മളത് പഠിക്കുകയാണല്ലോ, ഒരു ലീവ് ലെറ്റർ എഴുതാനായിട്ട് നമ്മൾ പഠിക്കുകയാണ്. കുട്ടികൾ പഠിക്കും, ഇപ്പം പാരന്റ്സിന് അറിയില്ലെങ്കിൽ പാരന്റ്സ് പഠിച്ചോളും. യെസ്, അത്തരം കാര്യങ്ങളാണ് എന്താ നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. യൂണിഫോമുമായി ബന്ധപ്പെട്ട് മറ്റു കുട്ടികളുടെ മറ്റു സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായത്? പോകുമ്പോ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ മനസ്സിലായില്ലേ, ചെറിയ കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ബ്ലാക്ക് ബോർഡ് പറഞ്ഞപ്പോ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബ്ലാക്ക് ബോർഡില് ജസ്റ്റ് ഒരു ബോർഡ് എന്ന് മാത്രമല്ല, അതിന് പൊസിഷൻസ് ഉണ്ട്, അതിൽ ഉപയോഗിക്കേണ്ട പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. എങ്ങനെയാണ് അത് എഴുതേണ്ടത്, എവിടെയാണ് നമ്മൾ നിന്ന് എഴുതേണ്ടത്, എങ്ങനെ കവർ ചെയ്യണം, അതൊക്കെ നോക്കിയില്ലേ. അപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ ശ്രദ്ധിക്കാനുണ്ട് ഒരു ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതേപോലെ തന്നെ കുട്ടികളുടെ സാധനങ്ങള്, കുട്ടികളുടെ യൂണിഫോംസ്, മറ്റ് എല്ലാം സ്കൂളുമായി ക്ലാസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അധ്യാപകന്റെ ചുമതലയാണ്. ഓക്കെ, അതൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഒരു 20 പിള്ളേരെ ശ്രദ്ധിക്കാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമ്മൾ അധ്യാപകരാണ്, ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ. ഇനി വേറൊരു കാറ്റഗറീസ് പറയുന്നുണ്ട്, ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്. നോ ടീച്ചർ, കേട്ടിട്ടില്ല. ഹീറോ ഇൻ മേക്കിംഗ് ക്ലാസ് ആണത്. To bring out the individual talent, a period in a day is shared to a student for the class of the class. Likewise, this chance is given to every student. He or she is declared as a hero or heroine of the day. അതായത് നമ്മളുടെ സാധാരണ ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് എന്ത്, ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്. സ്പെഷ്യൽ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയുള്ള ഒരു കുട്ടികൾക്കായിരിക്കും ഉള്ളത് ജപ്പാനീസ് ടൈപ്പ് ഓഫ് ക്ലാസ്.
ഫിസിക്കൽ ഓർ മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് അല്ലെ, ഫിസിക്കലിയോ മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജപ്പാന്റെ ഒരു പുതിയ സിസ്റ്റമാണത്. ജപ്പാനിലെ ഒരു ന്യൂ ടൈപ്സ് ഓഫ് ക്ലാസ് റൂം ആണെന്ന് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പീരീഡ്, അതായത് അവരുടെ ടാലന്റ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഒരു പീരീഡ് കൊടുക്കുക. ആ പീരീഡിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് ടാലന്റ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാം. ആ ഒരു ദിവസത്തെ ക്ലാസ്സിൽ ആ കുട്ടികളെ നമ്മൾ അറിയപ്പെടുന്നത് ഒരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യാം. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. Japan has a system called Japan has a system called Special Need Education. Special Need Education. Special Need Education. Special Need Education to support students to support students with the physical or mental disability. Students with the physical or mental disabilities. Physical or mental disabilities. ഒന്നുകൂടി പറയാട്ടോ. Japan has a system called Special Need Education. Special Need Education to support students with the physical or mental disabilities. അവിടെ വരെ എഴുതിയോ? Yes, teacher. ഇതിന്റെ എയിമിംഗ് എന്ന് പറയുന്നത് എന്താണ്? എയിം ടു ഫോസ്റ്റർ, aiming 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 to foster, aiming to foster 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 to foster their self, their 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 self-reliance RELIANCE reliance, self-reliance, and social participation. Self-reliance and social participation. Social participation. PARTICIPATION. ഒന്നുകൂടെ വായിക്കാം. Japan has a system called Special Need Education to support students with the physical or mental disabilities. അതിന്റെ എയിം എന്ന് പറയുന്നത് എന്തിനാണ്? അതായത് ജപ്പാൻ ഈ ഒരു ക്ലാസ് റൂം കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികളുടെ ടാലന്റ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഒരു പീരീഡ് കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുകയാണ് അല്ലെ. അതായത് അവരുടെ ടാലന്റ്സ് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട്, അതായത് അവരൊരു ഹീറോയിനായിട്ട് മാറ്റുന്ന തരത്തിലുള്ള ക്ലാസ് റൂംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പീരീഡ്, ദിവസത്തിൽ ഒരു പീരീഡിൽ. അപ്പൊ ഇതെങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്? ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് കൂടുതൽ അത് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് സെൽഫ് റിയലൈൻസ് കിട്ടുന്നതിന്, അതോടൊപ്പം തന്നെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, മറ്റു കുട്ടികളുടെ ഒപ്പം ഒരു ദിവസം അങ്ങ് ചെലവഴിക്കാൻ, അല്ല അവരുടെ ടാലന്റ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാണ്. ആ ഒരു സമയത്ത് കുട്ടികളുടെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ കൂടി ലഭിക്കുന്നു. ഇതിനാണ് നമ്മൾ ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? Yes, teacher. യെസ്. അപ്പൊ നമ്മളുടെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അതിന്റെ നോട്ട് എന്തിട്ടേക്കാം? വേറെ ഏതെങ്കിലും നോട്ട് കിട്ടാനുണ്ടോ നിങ്ങൾക്ക്? വേറെ ഏതെങ്കിലും നോട്ട്സ് കിട്ടാനുണ്ടോ ടീച്ചർ എടുത്തതിന്റെ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് കിട്ടിയിരുന്നോ?
ടെക്സ്റ്റ് ആണോ? നോട്ട്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അങ്ങനെ തരാറുണ്ടോ ടീച്ചർ? നോട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല. നോട്ട്സ് മീൻസ് മോക്ക് ടെസ്റ്റിലാണ് ചോദിച്ചത്. ഓ മോക്ക് ടെസ്റ്റ് ആണോ ചോദിച്ചത്? ഞാൻ നോട്ട് മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് കിട്ടിയായിരുന്നോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇട്ടിട്ടുണ്ടല്ലോ. യെസ് മിസ്. വേറെ ഏതെങ്കിലും ടീച്ചർ എടുത്തതിന് കിട്ടാത്തതുണ്ടോ? മിസ് ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ ഇട്ടിട്ടില്ല. ഏതാണ്? ഡെവലപ്മെന്റ് പ്രൊഫൈല്. ഡെവലപ്മെന്റ് കഴിഞ്ഞ ദിവസം എടുത്തല്ലേ, അതിന്റെ ഇടാം കേട്ടോ. അതും ഇപ്പൊ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ. ഓക്കെ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഇട്ടിട്ടുണ്ടോ മോ? ഞാനല്ലല്ലോ അത് മിസ് എല്ലാം എടുക്കണല്ലോ. അപർണ മിസ്സാണ്. അത് അപർണ മിസ്സാണ്. പറഞ്ഞിട്ടോളൂ. ഇതൊക്കെ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടാത്തതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് എക്സാമിൽ പഠിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 7 ആണ്. ഇതും ചെറിയൊരു ചാപ്റ്റർ ആണ്. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ്. നമ്മുടെ കുറെ വാല്യൂസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രോഗ്രാംസുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്കറിയാം എന്തൊക്കെയാണെന്ന്. കമ്മ്യൂണിറ്റി പ്രേയേഴ്സുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ക്ലാസ് റൂമുകളിൽ, അല്ലാതെയും നമ്മൾ കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് ചൊല്ലാറുണ്ട്. ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അറിയാവുന്ന ചിലർക്ക് അറിയാൻ പറ്റും, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ഒരുക്കാറുണ്ട് നമ്മൾ അല്ലെ. അതോടൊപ്പം തന്നെ കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, സോഷ്യൽ സർവീസ് പ്രോഗ്രാം. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാല്യൂസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ അതൊക്കെ നോക്കിയിട്ട് വരാം. ക്ലാസ് എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഫ്രൈഡേ ഇത് പറ്റുമോ? ഫ്രൈഡേ ലീവ് ആയിരിക്കില്ലേ ടീച്ചർ? ഇത് പെരുന്നാളിന്റെ ലീവ് അല്ലേ? തരുമെന്നറിയില്ല, കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എങ്കിലും നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. അപ്പൊ വായിച്ചിട്ട് വരാം. ബാക്കി ഗുഡ് മാനേഴ്സും മാൻ ആൻഡ് എൻവയോൺമെന്റ് കഴിഞ്ഞല്ലേ, സൂപ്പർവിഷൻ ഒക്കെ കഴിഞ്ഞല്ലേ? മിസ് കഴിഞ്ഞതാ. അതിലേക്ക് നോട്ട് കിട്ടിയിരുന്നോ? അതിന്റെ നോട്ട് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട് മിസ്. ചെക്ക് ചെയ്യാം. ഗുഡ് മാനേഴ്സിന്റെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർവൈസിംഗ് റിപ്പോർട്ടിംഗ് ഗുഡ് മാനേഴ്സും സൂപ്പർവൈസിംഗ് റിപ്പോർട്ടിങ്ങും തന്നിട്ടുണ്ട് മിസ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാൻ ആൻഡ് എൻവയോൺമെന്റ് തന്നിട്ടില്ല. അത് അപർണയാണ് എടുത്തത്. അപർണ മിസ്സായിരുന്നു എടുത്തത്. ടീച്ചർ ക്ലാസ്സിൽ കയറുമ്പോ അതൊന്ന് ഇടാൻ വേണ്ടി പറയണം കേട്ടോ. പറഞ്ഞേക്കാം, അത് ഓർമ്മിച്ച് ചെയ്താൽ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ എടുത്താൽ മതി. അടുത്ത ദിവസം എടുക്കുക ചാപ്റ്റർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മഴയൊക്കെ കുറഞ്ഞോ അവിടെ? ടീച്ചർ നല്ല വെയിലാണ്.